എനിക്കിനി റെസ്റ്റില്ല. കാരണം ജാസ്മിന് കപ്പ് മേടിച്ച് കൊടുക്കുക, വോട്ട് കളക്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാൻ അത്യാവശ്യം എൻഗേജ്ഡായി പോയേ പറ്റും. ഇപ്പം ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി വലിയ ദിവസമൊന്നുമില്ല. പി ആർമാരൊക്കെ ഭയങ്കര ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാം. മെയിനായിട്ടുള്ള പി ആറിനെ അറിയാമല്ലോ നിങ്ങൾക്ക്. ഞാൻ പറയാതെ തന്നെ ഈ പറയുന്ന ജാസ്മിൻ്റെ പി ആർ ടീമുകൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെങ്കിലും ജാസ്മിനെ വിജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പരിപാടികളൊക്കെയാണ് നടത്തുന്നത് ഓരോരുത്തർ. പിന്നെ അത് മാത്രമല്ല, ജാസ്മിൻ്റെ വാപ്പ ഭയങ്കരമായിട്ട് നാട്ടിലൊക്കെ ഓടി നടന്ന ആൾക്കാരെയും കൊണ്ടൊക്കെ വോട്ട് ചെയ്യിപ്പിക്കുന്നെന്നും പറഞ്ഞ് വോയിസൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ജാസ്മിൻ്റെ മെയിൻ പി ആർ ആയിട്ടുള്ള ഒരു പേജുണ്ട്. ആ പേജിനകത്ത് നിരന്തരമായിട്ട് ഒരു കഥയുമില്ലാതെ ജാസ്മിനെ വർണ്ണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു മഹാവ്യക്തിയുണ്ട്. അപ്പോൾ ആ വ്യക്തി ഇനി ഫിനാലെ കഴിയാതെ ഉറക്കമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏത് മാർഗത്തിലെങ്കിലും ജാസ്മിനെ ജയിപ്പിച്ചേ പറ്റത്തോളം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആളിയും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാര്യമുണ്ട്, ചില ആൾക്കാരൊക്കെ ജാസ്മിൻ്റെ പഴയ കാരണമൊക്കെ കുത്തിപ്പൊക്കൊണ്ടാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഗബ്രയുടെ വിഷയം, ചായയിൽ തുമ്മിയ കേസ്, ഇതൊക്കെ എടുത്തുകൊണ്ടങ്ങ് ഇടുമായിരിക്കും. ഇതിനൊരു ക്ലാരിറ്റി ഞാൻ ഇപ്പോഴങ്ങ് തരികയാണ്. നിങ്ങളെല്ലാവരും കണ്ട ഗബ്രിയുടെ വിഷയത്തിനകത്ത് എപ്പോഴെങ്കിലും ജാസ്മിൻ ഗബ്രി എടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജാസ്മിൻ ഗബ്രി എടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്? ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അളിയൻ ഈ പി ആർ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യേണ്ട ആൾക്കാരെ, അപ്പം വായി തോന്നുന്ന ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല. മനസ്സിലായില്ലേ? എന്തോന്നടേ ഇതൊക്കെ? നിനക്കൊക്കെ എങ്ങനെയാണ് ഇത്? ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ? കൂടെ ഇരുന്നിട്ടുണ്ട്, ഹഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അഫ്സലിനെ വേണ്ടാന്നോ ഗബ്രി ഐ ലവ് യു എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞ് നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടോ? ഗബ്രി പറഞ്ഞായിരുന്നു, ഓക്കെ. ജാസ്മിൻ പറഞ്ഞ ആരും കേട്ടില്ലല്ലോ. ഇതാണ് ജാസ്മിൻ. ഗബ്രിയുടെ മണ്ടല്ലേ ഗബ്രി പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമാണെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗബ്രി എന്തൊക്കെയാണോ ഒന്ന് പറഞ്ഞത്? ഇങ്ങനൊന്നും സംഭവം നടന്നിട്ടില്ല, ഞാൻ ഫ്രണ്ടായിട്ടാണ് കണ്ടേക്കുന്നത് എന്നൊക്കെ അല്ലേ ഗബ്രി വന്ന് പറഞ്ഞത്. ഇപ്പം നേരെ മറിച്ച് ജാസ്മിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജാസ്മിൻ ഒന്നും പറഞ്ഞിട്ടില്ല. അഫ്സലിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതിനകത്ത് ചെന്ന് നടന്ന് കാട്ടിക്കൂട്ടിയുടെ പ്രശ്നത്തിലല്ലേ ഓരോ വിഷയങ്ങൾ പുറത്തുണ്ടായത്. നീയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞിട്ട് ഇത് വഷളാക്കുന്നത്. അപ്പം നിന്നെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ആൾക്കാരില്ലേ? സാധാരണ നിയന്ത്രിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആൾക്കാരുടെ പേര് കത്തി കാണുമല്ലോ. ആ ആൾക്കാരൊന്നും നിന്നെ വിളിക്കാറില്ലേ? നിന്നെ വിളിച്ചിട്ട് ഇതൊന്നും നീ കാണിക്കുന്നത് ശരിയല്ല, വേറെ ആൾക്കാരുടെ പേര് വെറുതെ വലിച്ചടയ്ക്കണ്ട, അങ്ങനൊന്നും പറയത്തില്ല. അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊന്നും ആരും വിളിച്ച് പറയില്ലല്ലോ. നിങ്ങൾ ഈ പടച്ചു വിടുന്ന കണക്കുള്ള ഒന്നും ജാസ്മിൻ അവിടെ കാണിച്ചിട്ടില്ല. ഇതാണ് ഗബ്രി വിഷയത്തിൽ എനിക്കുള്ള ക്ലാരിറ്റി. ജാസ്മിൻ എപ്പോൾ നിന്നിട്ടുള്ളത് അതേതായുള്ള സ്പേസിൽ മേ ബി ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കാം നിന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഒരു കാര്യം തീർത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരും. അതായത് ജാസ്മിൻ അവിടെ ഗബ്രി വിഷയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനാണ്? ഞങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു പ്രണയത്തിലേക്ക് പോകരുതേ എന്ന് ജാസ്മിൻ പറഞ്ഞ നിങ്ങളെല്ലാവരും കേട്ട കാര്യമാണ്. അതെന്താണ് കാര്യം? പുറത്ത് അഫ്സൽ എന്നൊരാൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധം ജാസ്മിൻ ഉള്ളപ്പോഴാണ് ഈ ഒരു ബന്ധം പ്രണയമാകരുതേ എന്ന് ജാസ്മിൻ പറഞ്ഞത്. അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊന്നും കാട്ടിക്കൂട്ടത്തില്ലല്ലോ. എന്തായാലും കൊള്ള കളിയാ കേട്ടോ. നിന്റെ എന്താ പറയണ്ട, ഈ ഒരു വിഷയത്തിൽ ഉള്ളൊരു എത്രത്തോളം നിനക്ക് അറിവുണ്ട് എന്നെനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്കും കാര്യം കത്തി കാണുമല്ലോ. അപ്പം ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അളി നിൽക്കുന്നത്. എനിക്ക് ഉറക്കമില്ല, എങ്ങനെങ്കിലും ജയിപ്പിച്ചേ എനിക്ക് അടങ്ങത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നെ നമിച്ച് കേട്ടോ. എനിക്ക് ഒന്നും പറയാനില്ലടേ ഈ ഒരു വിഷയത്തിൽ. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലേ, എന്ത് പറയണ്ട, പറയുന്നതിന് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്ത് കളയും ഇത് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പലതും പറയും. അപ്പം നമ്മൾ ഭയങ്കര പേടിക്കണം, നമ്മൾ പേടിച്ച് മാറി നിൽക്കണം. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം. എന്തായാലും ഈ ഒരു സൈഡിൽ ഈ പി ആറിൻ്റെ വർക്ക് നടക്കുമ്പം ഇനി വേറെ അതിശക്തമായിട്ട് വേറൊരു പി ആർ വർക്ക് നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വോയിസ് നമുക്ക് നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്യാം. ജാസ്മിൻ്റെ വാപ്പ നാട്ടിൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവർക്ക് ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു, എല്ലാവരെയും കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കുന്നു. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം.
ബോസ് കണ്ടസ്റ്റന്റ് ജാസ്മിന്റെ വാപ്പ ജാഫർ അങ്കിളിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അങ്കിൾ ഫസ്റ്റ് ടൈം നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ ഉണ്ടോ, ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരാം ജാസ്മിനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹോട്ട്സ്റ്റാർ ഉണ്ട്, നമ്മൾ എന്നും ഷോ കാണാറുണ്ട്, നമ്മൾ റീചാർജ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, നമ്മൾ എന്നും വോട്ടും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ദിവസം നമ്മൾ അങ്കിളിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരടുത്ത് ചോദിക്കുന്ന കേൾക്കുന്നത് നിങ്ങൾ നമ്പർ തരുമോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരടുത്ത് നമ്പർ വാങ്ങും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് നമ്പർ ഇപ്പോൾ വാങ്ങിയിട്ട് അങ്കിൾ വാങ്ങിച്ചിട്ട് അങ്കിൾ പറയും നിങ്ങളുടെ നമ്പറിൽ ഒരു OTP വരും, ആ OTP എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ എൻ്റെ മോൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ കുറേ പേരുടെ അടുത്തുനിന്ന് ഒരു കുറച്ച് ഹ്യൂജ് ആയിട്ട് കുറച്ച് പേരുടെ അടുത്തുനിന്ന് അങ്കിൾ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് വോട്ടും ചെയ്തിട്ട് അങ്കിൾ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് 1000-ലധികം വോട്ട് ചെയ്തു എന്ന്. അത് പറയുന്നത് മൺഡേ ആണ്. അപ്പം നമ്മുടെ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു 6 days ഉണ്ടല്ലോ. അപ്പോൾ 1000-ലധികം വോട്ട് ഒരു ദിവസം ചെയ്തെങ്കിൽ ഈ 6 ദിവസം 6000-ലധികം വോട്ട് ജാസ്മിന് കിട്ടും. ഓക്കെ, അതുമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അങ്കിൾ സ്വന്തമായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം നമുക്ക് അങ്കിളിനെ കുറേ ഒത്തിരി ആയിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആളെ നമുക്ക് അറിയാവുന്നിടത്തോളം ആളുടെ ബുദ്ധിയിൽ വന്ന ഒരു കാര്യമേ അല്ല ഇത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അങ്കിൾ. ആളുടെ ബുദ്ധിയിൽ വന്നൊരു സംഭവമേ അല്ലത്, ആളെ കുറേ നാളായിട്ട് കാണുന്നതാണ് എന്താണ് പറയണത്. ഞാൻ എന്താ പറയേണ്ട ഈ ഒരു വിഷയത്തിൽ? കാര്യം എങ്ങനെങ്കിലും ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഞാനൊന്ന് തൊഴുതോട്ടെ, എനിക്കൊന്ന് തൊഴുകണമെന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ ഞാൻ തൊഴുകുന്നുണ്ട്. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പം നടക്കട്ടെ, പ്രവർത്തനങ്ങൾ നടക്കട്ടെ, വോട്ടുകൾ മാക്സിമം പിടിക്കട്ടെ. എന്താ പറയണ്ടേ, ലയൺ എന്ന് പറയുന്ന ഒരു മൂവി നിങ്ങൾ കണ്ടു കാണും. ലയണിനകത്ത് മറ്റേ ചിറ്റാനിക്കര മണ്ഡലത്തിൽ ഈ പറയുന്ന ആൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പം ചിറ്റാനിക്കര മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കൊരു എയർപോർട്ട് എന്ന് പറയുന്ന കണക്ക് ജാസ്മിൻ മോളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ വെഞ്ചേമുകാർക്ക് ഇനി എന്തായിരിക്കും വാഗ്ദാനം എന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ എയർപോർട്ടോ അല്ലെങ്കിൽ വെഞ്ചേമിൽ ഭയങ്കര എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എനിക്കിതിനകത്ത് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ഫീൽ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും അവിടെ അതങ്ങനെ നടക്കട്ടെ. വേറൊരു കാര്യം പറയാം, ഈ ഒരു സൈഡിൽ ഈ PR-ന്റെ അറ്റാക്ക് കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടൊക്കെ ഈ പറയുന്ന PR ടീമുകൾ പല ഗ്രൂപ്പുകളിലും കയറിയിരുന്ന ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം അഭിഷേക് ശ്രീകുമാറിൻ്റെ ആൻറ്റി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു PR വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അഭിഷേക് ശ്രീകുമാറിന്റെ ആന്റിയാണ് ഞാൻ. അഭിഷേകിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറച്ച് അപവാദ പ്രചാരണങ്ങൾ കണ്ടിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയത്. അഭിഷേകിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് അഭിഷേകോ അവന്റെ കുടുംബാംഗങ്ങളോ ഒരു PR ഏജൻസിയെ ഏർപ്പാടാക്കിയിട്ടില്ല. അവന്റെ സിനിമാ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ ഷോയിൽ പ്രവേശനം ലഭിച്ചതും കണ്ട് ആസ്വദിച്ച കാഴ്ചക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും കൊടുത്ത വോട്ടാണ് അവൻ ഇതുവരെയും ഉണ്ടായ സപ്പോർട്ട്. അല്ലാതെ ഒരു PR ഏജൻസിക്കും ഒരു രൂപ പോലും ചെലവഴിച്ച് ഞങ്ങൾ ഒരു വർക്കുകളും ആരും ചെയ്തിട്ടില്ല. അലിഗേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട കാര്യങ്ങളില്ലല്ലോ. കാരണം അഭിഷേകിന് ഇപ്പൊ എന്തായാലും അതിന്റെ ആവശ്യമില്ല. അവന്റെ സ്വന്തം കഴിവ് കൊണ്ടും കാഴ്ചക്കാർ കൊടുത്തിരിക്കുന്ന വോട്ട് കൊണ്ടും അവൻ ഫിനാലെ വരെ അവൻ എത്തി നിൽക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒക്കെ PR-കൾ ചെയ്യുന്നതാണോ എന്ന് പോലും ഞങ്ങൾക്കിപ്പോ ഒരു സംശയമില്ലാതെയില്ല. ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് അവർക്ക് കിട്ടാനുള്ള വോട്ടിനെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനം, മനഃപൂർവ്വമായ ഒരു പ്രവർത്തനമാണ് ഈ നടക്കുന്നത്. ആർക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത് ചിന്തശക്തിയുള്ള ഏത് കാഴ്ചക്കാർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഇത് ആർക്കോ വേണ്ടി വേറെ ആരോ ചെയ്യുന്ന ഒരു കാര്യമാണ്. മനഃപൂർവ്വമായിട്ട് അഭിഷേകിനെ കരിവാരി തേക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയുള്ള ഏതോ വർക്കാണ്. ഇതൊന്നും വിശ്വസിക്കരുതെന്ന് ദയവായി കാഴ്ചക്കാരോടൊരു അഭ്യർത്ഥനയുണ്ട്. അവൻ ഇതുവരെയും നിങ്ങൾ കൊടുത്ത സപ്പോർട്ടും സ്നേഹവും. ഒരു സൈഡിൽ ഈ പറയുന്ന PR ടീം കാരണം ഓരോ കണ്ടസ്റ്റൻസിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആൻറ്റി വന്ന് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അഭിഷേകിനെ പറ്റിയിട്ട് വളരെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസും ഒക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഓരോ ഗ്രൂപ്പുകളിലും ഈ പറയുന്ന ആൾക്കാർ മെസ്സേജ് ഇടുന്നത്. ഇവന്മാരൊക്കെ ഏതാണ് ഇവന്മാരൊക്കെ? ഈ നാറികളൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പും ഇവന്മാർ ഇതേന്നും പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഈ കുറേ സീസണുകളിലുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പിൽ വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓരോ നുണയും കൊതിയും വന്ന് സംസാരിക്കുക. ഒരു വിവരമില്ലാത്ത കുറേ നാറികൾ. ഇവന്മാർക്കൊന്നും ഒരു ബോധമില്ലെന്ന് ആലോചിക്കുന്നത്. അതിനകത്ത് ഇവന്മാരിട്ട ഈ ഒരു ആൻറ്റി പറയുന്നതിനകത്ത് ഇട്ട ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വെക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ്: ഇവന്റെ പേരിൽ 40-ലധികം കേസുകളുണ്ട്. 2012-17 കാലത്ത് ഉണ്ടായിരുന്നത്. അതായത് അഭിഷേകിന്റെ പേരിൽ ഏകദേശം 10-40 കേസുണ്ട്.
അതാണ് വാടക കൂടെ. ഞാൻ ചോദിക്കട്ടെ, കേസ് ഉണ്ടെങ്കിൽ എന്താണ്? കേസും ഈ പറയുന്ന ബിഗ് ബോസും തമ്മിൽ എന്താണ് ബന്ധം? കേസ് ഉണ്ടെങ്കിൽ എന്തോ കുഴപ്പം? നിനക്കൊക്കെ വല്ലതും തരാനുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് പറഞ്ഞു നടക്കുന്നത്? ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ തന്നെ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു കണ്ടസ്റ്റന്റ് അതിനകത്ത് നിൽക്കുന്ന സമയത്ത് ഇമാതിരി തോന്നിവാസങ്ങളൊന്നും പറഞ്ഞ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ ജാസ്മിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഷോയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യരുത്. അതില്ല, ഞാൻ നേരത്തെ ഒരുത്തിൻ്റെ വീഡിയോ പ്ലേ ചെയ്തതൊക്കെ അവൻ വന്നിരുന്ന് ജിൻഡോയെ പറ്റി പറയുന്നുണ്ട്. ജിൻഡോയ്ക്ക് ആരാണ് കപ്പ് കൊടുക്കുന്നത്, അവൻ എന്ത് യോഗ്യതയാണുള്ളതെന്നൊക്കെ, അവൻ എന്ത് തേങ്ങ കാണിച്ചിട്ടാണ്. നമുക്ക് നോക്കാം ഫിനാലയിൽ ജിൻഡോയുടെ അവസ്ഥ എന്താവുമെന്ന്. ജിൻഡോ ഒരു തേങ്ങ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും നാൾ നിൽക്കണ്ടല്ലോ. കാണുന്ന എല്ലാവന്മാരെന്തോ എല്ലാവരും പൊട്ടന്മാരെ കാണുകയാണോ? അതേപോലെ തന്നെ അഭിഷേകിൻ്റെ കേസിലും ഇതൊന്നും വോട്ടിങ്ങിൽ അഫക്റ്റ് ചെയ്യരുതേ എന്ന് അവർക്ക് ഭയങ്കര ഇത് പറയണ്ട, അവർക്കൊരു പേടിയുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം വോട്ടിങ്ങിൽ അഫക്റ്റ് ചെയ്യുമെന്ന്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക. ഒരു ഫിനാലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളിപ്പം ഓരോരുത്തരെയൊക്കെ കണ്ടില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം വോട്ടുകൾ പിടിക്കാനായിട്ട് നോക്കുക, ഇങ്ങനെയുള്ള പോക്കൃത്തരങ്ങൾ എഴുതി വെക്കാതെ. അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.